പൈൻ ലാബ്സിലേക്ക് പോവുകയാണെങ്കിൽ അതായത് പുതുതായിട്ട് IPO വന്നിരിക്കുന്ന ഒരു കമ്പനിയാണ്. എന്നാൽ ഈ ഒരു രണ്ടാം പാദത്തിലെ ഒരു പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 32 കോടി രൂപയുടെ ഒരു നഷ്ടത്തിൽ നിന്ന് നിലവിലിപ്പോൾ ഏകദേശം 5.97 കോടി രൂപയുടെ ഒരു ലാഭത്തിലെത്താൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. കൂടാതെ കമ്പനിയുടെ റവന്യൂ പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം 17.8% ഒരു വർധനവ് രേഖപ്പെടുത്തിക്കൊണ്ട് 650 കോടി രൂപയായിട്ടും വർദ്ധിച്ചിട്ടുണ്ട്. നിലവിലിപ്പോൾ ഒരു പൈൻ ലാബ്സിൻ്റെ ഒരു ടെക്നിക്കൽസ് പരിശോധിക്കുകയാണെങ്കിൽ അതായത് ഒരു IPOയ്ക്ക് ശേഷം ഈ ഒരു ഓഹരിയുടെ ഒരു പെർഫോമൻസ് എങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്? റീസെൻ്റ്ലി 14th നവംബറിലാണ് ലിസ്റ്റ് ചെയ്തത്. അതിനെ തുടർന്ന് ഒരു സ്മോൾ ബേസ്, അതായത് ലിസ്റ്റിങ്ങിന് ശേഷം ഒരു സ്മോൾ ബേസ് ഫോർമേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ ആ സ്റ്റോക്ക് മേ ബി ഒരു മൊമെൻറ്റം കാൻഡിഡേറ്റ് ആയി കൺസിഡർ ചെയ്യാവുന്നുള്ളൊരു പോസിബിലിറ്റീസ് ഉണ്ട്. ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 252 എന്നതൊരു ഇമ്പോർട്ടൻറ്റ് ഏരിയയാണ്. അത് മറികടക്കാൻ സാധിച്ചാൽ, അതായത് ഇന്നിപ്പോൾ 0.68% മുന്നേറ്റമാണ് ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിക്കുന്നത്. ഇന്നൊരു സ്ട്രോങ് ക്ലോസിംഗ് 252 എന്ന മേഖല മറികടന്നൊരു സ്ട്രോങ് ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ മേ ബി ഒരു മൊമെൻറ്റം റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസാണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. കാരണം 25th നവംബർ അതുപോലെ റീസെൻ്റ്ലി എല്ലാം ലാസ്റ്റ് ഡേ എല്ലാം സ്ട്രോങ് വോളിയം ആക്ഷനാണ് ഈ ഒരു സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ 252 എന്ന സപ്ലൈ സോൺ മറികടന്നാൽ ഒരു അപ്സൈഡ് റാലി പോസിബിലിറ്റീസാണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്.